നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസുമായി സഖ്യം ചേരാൻ വിസമ്മതിച്ച തെലങ്കാനയിലെ CPM ഇപ്പോഴിതാ 17-ൽ 16 സീറ്റുകളിലും അവരുമായി സഖ്യം ചേരാനുള്ള ധാരണയിലെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിന് CPI തയ്യാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോത്തഗുഡം സീറ്റിൽ കോൺഗ്രസ് പിന്തുണയോടെ CPIയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയായ മല്ലു ഭട്ടി വിക്രമാർക്കയുടെ മധുര സീറ്റ് ചോദിച്ച CPMനോട് ആ സീറ്റിൽ ഒരിക്കലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി 19 സീറ്റിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചു. ഫലമാവട്ടെ ഈ 19 സീറ്റുകളിലും കെട്ടിവെച്ച കാശ് പോലും CPMന് നഷ്ടമാവുകയായിരുന്നു. ഇത്തവണയും തെലങ്കാനയിൽ ഒരു സഖ്യത്തിന് തങ്ങളില്ല എന്നാണ് CPM ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ നമുക്കറിയാം BRSുമായി വളരെ മികച്ച ബന്ധം CPMന് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് സീറ്റ് ചർച്ചകളിലൊന്നും ഈ BRS വരെ പരിഗണിക്കാതെ വന്നതോടുകൂടി അവിടെയും സഖ്യം ഉടക്കി പിരിയുകയായിരുന്നു. ഇത്തവണ അവസാന നിമിഷമാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി നടത്തിയ ചർച്ചകളിൽ തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിൽ 16 കോൺഗ്രസിനെ പാർട്ടി പിന്തുണയ്ക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സഖ്യമില്ലാത്ത ഒരു സീറ്റുണ്ട്, ഭുവനഗിരി. അവിടെ ഒറ്റയ്ക്കാണ് CPM ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. ചർച്ചയില്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് തങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്നാണ് ഈ ഭുവനഗിരിയിലെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ജഹാംഗീർ പറയുന്നത്. നമുക്കറിയാം തെലങ്കാനയിലെ നൽഗോണ്ട, നരേക്കൽ, അലൈർ, മിരിയാൽഗുഡ അടക്കമുള്ള മേഖലകളിലൊക്കെയും CPMന് വലിയ ശക്തിയുണ്ട്. അത് ഗുണമാകും എന്ന് തന്നെയാണ് ഈ CPMന്റെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ജഹാംഗീർ വിശ്വസിക്കുന്നത്. ഭുവനഗിരിയിൽ മുഹമ്മദ് ജഹാംഗീർ ഒരു ജനകീയനായ നേതാവ് തന്നെയാണ്. പക്ഷേ അത് വിജയം ഉറപ്പിക്കാനാവുന്നതല്ല എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ തന്നെ സൂചന നൽകുന്നുമുണ്ട്. കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ നടത്തുമ്പോൾ CPMനെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ BRS വരെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഖ്യത്തിൽ നിന്നും മാറി നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ പലപ്പോഴും വലിയ പരാജയമാണ് CPMനെ കാത്തിരിക്കാറുള്ളത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തവണ 16 സീറ്റുകളിൽ സഖ്യത്തിൽ എത്താനുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ഒരു സീറ്റ്, ഭുവനഗിരി എന്ന സീറ്റിൽ CPMന് വലിയ വിശ്വാസമുണ്ട്. പഴയ കണക്കുകളൊന്നും അവർ നോക്കുന്നില്ല. ഇപ്പോഴത്തെ ആ നേതാവിന്റെ ജനകീയത മാത്രം കൈമുതലാക്കി ആത്മവിശ്വാസവും കൊണ്ട് മാത്രമാണ് CPM ഇത്തവണ ഭുവനഗിരിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.